പശ്ചിമ ബംഗാളിൽ നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചുപിടിക്കാൻ CPM നിയോഗിച്ചിരിക്കുന്നത് യുവാക്കളെയാണ്. 3 പതിറ്റാണ്ടിലേറെ തുടർച്ചയായി പശ്ചിമ ബംഗാൾ ഭരിച്ച CPM കഴിഞ്ഞ 11 വർഷത്തിലേറെയായി സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്ന് പുറത്താണ്. നിലവിൽ ബംഗാളിൽ നിന്ന് ലോക്സഭയിലോ നിയമസഭയിലോ പാർട്ടിക്ക് പ്രാതിനിധ്യമില്ല. ഈ സാഹചര്യത്തിലാണ് അടിമുടി മാറ്റത്തിന് സംസ്ഥാനത്ത് CPM തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ബാനറിലാണ് സംസ്ഥാനത്ത് CPM ഇത്തവണ മത്സരിക്കുന്നത്. ആകെയുള്ള 42 സീറ്റിൽ 23-ൽ CPM, 12-ൽ കോൺഗ്രസ്, 3-എണ്ണത്തിൽ RSP, 2 വീതം സീറ്റുകളിൽ CPI, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നിവരാണ് മത്സരിക്കുന്നത്. ഇതിൽ CPM മത്സരിക്കുന്ന 23 സീറ്റിൽ 20-ലും യുവാക്കൾക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അതായത് 80% അധികം സ്ഥാനാർത്ഥികളും 40 വയസ്സിന് താഴെയുള്ളവരാണ്. 20 വയസ്സുള്ള അഭിഭാഷകനായ സയൻ ബാനർജി നന്ദിഗ്രാമിൽ നിന്ന് മത്സരിക്കുമ്പോൾ 30 വയസ്സ് തികഞ്ഞ ശ്രീജൻ ഭട്ടാചാര്യ ജാദവ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ശ്രീറാംപൂരിൽ നിന്ന് മത്സരിക്കുന്ന മുൻ JNU വിദ്യാർത്ഥി ദീപ്സിത ധറിനും 30 പ്രായം. ബോളിവുഡ് നടൻ നസ്രുദ്ദീൻ ഷായുടെ മരുമകൾ സൈറ ഹലീം ദക്ഷിണ കൊൽക്കത്തയിൽ നിന്ന് ജനവിധി തേടുന്നു. യുവ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ രാജ്യത്തെയും അതിൻ്റെ ഐക്യത്തെയും സനാതനത്വത്തെയും രക്ഷിക്കാനുള്ള പോരാട്ടമാണിത്. നമ്മുടെ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിന്റെ ഭാവി ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ പോരാട്ടം യുവാക്കൾ നയിക്കണം. CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞത് ഇങ്ങനെയാണ്: പുരോഗമനപരമായ അർത്ഥം ഭാവിയുടേതാണെന്നും റിഗ്രഷൻ എല്ലായ്പ്പോഴും ഭൂതകാലത്തെ മഹത്വമുള്ളതാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാളിന്റെ പുനർജീവനത്തിന് ഇടതുപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത്യന്താപേക്ഷിതമാണെന്നും സലീം ചൂണ്ടിക്കാട്ടി. അതേസമയം യുവാക്കൾക്ക് പാർട്ടി വലിയ തോതിൽ അവസരം നൽകിയത് വോട്ടർമാരിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് സലീം പറഞ്ഞു. അതിനിടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമെതിരെ മമതാ ബാനർജി മുദ്രാവാക്യം വിളിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്ന ആശങ്ക കൊണ്ടാണെന്ന് CPM നേതാക്കൾ പ്രതികരിച്ചു. ഇത് തൃണമൂൽ കോൺഗ്രസിന് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് മമതാ ബാനർജി തങ്ങളെ ദിവസവും ആക്രമിക്കുന്നത് എന്നിങ്ങനെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ.